യെസ്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആണ്. നെറ്റിൽ സി പാർട്ട്, ഓക്കെ, സി പാർട്ട് നെറ്റിൽ CSIR UGC നെറ്റിൽ സി പാർട്ടിലാണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് വരുന്നത്. ബി പാർട്ടിൽ വരില്ലേ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് മുന്നേ വന്നിട്ടുണ്ട്. ബട്ട് സിലബസ് പൂർണ്ണമായി സി പാർട്ടിലാണ് കിടക്കുന്നത്. സോ സി പാർട്ടിന്റെ ഗുണം നിങ്ങൾക്കറിയാം, കിട്ടിക്കഴിഞ്ഞാൽ 5 മാർക്കാണ് കിട്ടുക. ഓക്കെ, സോ നെറ്റ് കിട്ടാനും നെറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് JRFലേക്ക് പോകാനും എല്ലാം ഹെൽപ്പ് ചെയ്യുക എപ്പോഴും സി പാർട്ടാണ്. മറ്റു 2 പാർട്ടുകളെക്കാൾ ഹെൽപ്പ് ചെയ്യുക സി പാർട്ടാണ്, നിങ്ങൾക്കറിയാം അല്ലേ? അതുപോലെ തന്നെ ഗേറ്റിനകത്ത് MCQ ഉണ്ട്, MSQ ഉണ്ട്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ഉണ്ട്, NAT ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ സെലക്ട് ഉണ്ട്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ഉണ്ട്. ഇതിലെല്ലാത്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നെറ്റിലായാലും ഗേറ്റിലായാലും ഓൾമോസ്റ്റ് 10 to 15 മാർക്സ് 10 to 15 മാർക്സ് നമുക്ക് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. ദെൻ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ TIFR എക്സാമിനാണെങ്കിൽ ദിസ് ടോപ്പിക് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ചോദിക്കില്ല എന്നല്ല, ചോദിക്കാറുണ്ട്. TIFR എക്സാമിൽ ചോദിക്കാറുണ്ട് കണ്ടൻസ്ഡ് മാറ്റർ, ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. Now moving on to just exam, joint entrance screening test. ഈ ടോപ്പിക്ക് അതിൻ്റെ സിലബസിലില്ല. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് സോളിഡ് സ്റ്റേറ്റ് ജസ്റ്റ് എക്സാമിൻ്റെ സിലബസിലില്ല. നിങ്ങൾ ജസ്റ്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, യെസ്. സോ സബ്ജക്റ്റിനെ പറ്റി അത്രയുമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു ദ ഇൻട്രൊഡക്ടറി പാർട്ട്. നമ്മൾ ഈ കോഴ്സിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ എന്ന് ചോദിച്ചാൽ, കവർ ദീസ് ടോപ്പിക്സ്. ഓക്കെ, ഫസ്റ്റ് തന്നെ വരുന്നത് ക്രിസ്റ്റലോഗ്രഫി, എക്സ്റേ ഡൈഫ്രാക്ഷൻ XRD ആൻഡ് റെസിപ്രോക്കൽ ലാറ്റിസ്. ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി കാലം തൊട്ട് പഠിക്കുന്നതാണ്. FCC, BCC, SC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും അല്ലേ? അതായത് ഹൗ ദ ജിയോമെട്രി ഓഫ് സോളിഡ്സ് ക്രിസ്റ്റൽസ് ഡിപ്പെൻഡ്സ് ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് ബേസിക്കലി ക്രിസ്റ്റലോഗ്രഫി പറയുന്നത്. ദെൻ എക്സ്റേ ഡൈഫ്രാക്ഷനെ പറ്റിയും റെസിപ്രോക്കൽ ലാറ്റിസ്, വളരെ നല്ലൊരു കൺസെപ്റ്റ് ആണ് റെസിപ്രോക്കൽ ലാറ്റിസ്, അതുമാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഞാൻ നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുന്നത്. നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ അർത്ഥം ചോദിക്കില്ല എന്നാണോ? അല്ല, ചോദ്യം വരും, തീർച്ചയായിട്ടും വരും. പക്ഷേ ഇമ്പോർട്ടൻസ് കുറവാണ്. നിങ്ങൾ ഇതിന്റെ മേലെ ചെലവഴിക്കേണ്ട സമയം വളരെ കുറവാണ്. ഓക്കെ, അതായത് ഈ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ ഭൂരിഭാഗം പേര് എപ്പോഴും ചെയ്യുന്ന തെറ്റ്, അവർ ക്രിസ്റ്റലോഗ്രഫിയുടെ മേലെ ഒരുപാട് സമയം ചെലവഴിക്കും. അതിന്റെ പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടും നിയറസ്റ്റ് നൈബർ ആറ്റം ഡിസ്റ്റൻസ് എല്ലാം കണ്ട് ഒരുപാട് സമയം ചെലവഴിക്കും. ഡോണ്ട് എവർ ഡു ദാറ്റ്. ഓക്കെ, മാക്സിമം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അതിൽ മേലെ ക്രിസ്റ്റലോഗ്രഫിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കരുത്. ചിലവഴിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും ഒരുപാട് സാധനം. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ക്വാണ്ടിറ്റികളും ഡിറൈവ് ചെയ്തെടുക്കാം, ബട്ട് നമുക്ക് നെറ്റിന് അതിനുള്ള സമയമൊന്നുമില്ല. സോ എ സെറ്റ് ഓഫ് വാല്യൂസ്, സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. അത് അങ്ങനെ തന്നെ ചെയ്യണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്റ്റലോഗ്രഫി തീർത്ത് മുന്നോട്ട് പോകും. കാരണം വളരെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിന്റെ മേലെ ഒരുപാട് സമയം ചിലവഴിക്കും. ആൻഡ് ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, കൺസെപ്ച്വലി നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കിനാണ്. അത് വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. ഭാവിയിൽ, അതായത് തുടർന്നുള്ള ടോപ്പിക്കുകളിൽ ബാൻഡ് തിയറി എല്ലാം പറയുമ്പോൾ റെസിപ്രോക്കൽ ലാറ്റിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബോണ്ടിങ് ഇൻ സോളിഡ്സ് ആണ്. ബോണ്ടിങ് ഇൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റുകളിലൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും, പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരൊറ്റ ടൈപ്പ്, ഓക്കെ, ഒരൊറ്റ ടൈപ്പ്, ഓൺലി വൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരും. ഓക്കെ, ഒരൊറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. ഞാൻ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് വളരെ കൃത്യമായി പഠിച്ചും ഈ വൈക്കുകളും ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കും. ദാറ്റ് ഈസ് ഒരു ക്ലാസ്സിന്റെ ആവശ്യം ബോണ്ടിങ്ങിന് വേണ്ടു. Then comes the most important topic in most important topic. Again, നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ലാറ്റിസ് വൈബ്രേഷൻ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ്. ഒരുപാട് പ്രോപ്പർട്ടീസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് കൃത്യമായി ഇത് പറഞ്ഞു പോകേണ്ടത്. Then comes electronic properties. Electronic properties എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ +1-ൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടറിനുള്ളിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിൽ വരുന്ന പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ഫിനോമിനാസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കണ്ടൻസ്ഡ് മാറ്റർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാണ് ഇലക്ട്രോണിക് പ്രോപ്പർട്ടി. അവിടെ നിന്ന് കുറച്ചൊന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് സെമി കണ്ടക്ടറിലേക്കെല്ലാം കയറിപ്പോകും. കുറച്ചൊരു ഇലക്ട്രോണിക് പാർട്ടിലേക്ക് കയറിപ്പോകും, ഇലക്ട്രോണിക്സിലേക്ക്. ഓക്കെ, then comes magnetic property. Magnetic property is important. Okay, most important എന്നോ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നോ ഒന്നും പറയില്ല, ഒരു ആവറേജ് ലെവൽ. Then superconductivity is important. This is also important. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, and defects is the least important. ലെസ് ഒന്നൊന്നല്ല, ഞാൻ ഏറ്റവും കുറവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നിങ്ങൾ ഇതിൻ്റെ മേലെ സമയം ചെലവഴിക്കണം എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ. അതിൽ ഫസ്റ്റ് നിങ്ങൾ ക്രിസ്റ്റലോഗ്രഫി എന്തായാലും പഠിച്ചേ പറ്റും. ഫസ്റ്റ് ടോപ്പിക് ക്രിസ്റ്റലോഗ്രഫി, എക്സാക്ട്ലി ആൻഡ് റെസിപ്രോക്കൽ ലാറ്റിസിന്റെ ധാരണയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ബോണ്ടിങ് ഇൻ സോളിഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, കുഴപ്പമില്ല. ദെൻ ലാറ്റിസ് വൈബ്രേഷൻ ആൻഡ് തെർമൽ പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് പഠിക്കുക. അത് വളരെ കൃത്യമായി സമയമെടുത്ത് പഠിക്കുക. ബാക്കി വളരെ സ്വാഭാവികമായി നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, യെസ്. സോ ഞാൻ 1-2 എക്സ്ട്രാ പോയിന്റ് കൂടി പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുന്ന ഏതൊരാളും ചെയ്യുന്ന മിസ്റ്റേക്ക് ക്രിസ്റ്റലോഗ്രഫിയുടെ മേലെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. നെവർ ഡു ദാറ്റ്. ഒരു 1-2 മാക്സിമം 3 ദിവസം മാത്രം ഇതിന്റെ മേലെ സമയം ചെലവഴിക്കുക ക്രിസ്റ്റലോഗ്രഫിയുടെ. ഓക്കെ, ദെൻ ഫ്രം ദ ലാറ്റിസ് വൈബ്രേഷൻ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് ടു ഈ ടോപ്പിക്കുകളെല്ലാം, ഇലക്ട്രോണിക്, മാഗ്നറ്റിക് ആൻഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി എല്ലാം, ഇറ്റ്സ് ലൈക്ക് ക്വാണ്ടം മെക്കാനിക്സ്. ഓർ നിങ്ങൾക്ക് തിയററ്റിക്കൽ പാർട്ടിനോട്, മാത്തമെറ്റിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം താല്പര്യമുള്ളവർക്ക് വളരെ സ്മൂത്തായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു പോർഷനാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു പോർഷൻ. ഓക്കെ, ക്രിസ്റ്റലോഗ്രഫി പോലെയല്ല. യെസ്. സോ ഇതാണ് ഒരു ഔട്ട്ലൈൻ. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് നെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്. നൗ റെഫറൻസസ്. നമ്മളുടെ എല്ലാം യൂണിവേഴ്സിറ്റികളിൽ കൂടുതലും ചാൾസ് കിറ്റൽസിന്റെ ബുക്കായിരിക്കും, സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ചിലർ MA വഹാബിന്റെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ് RK കുര്യൻ ബബറിന്റെ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ എസ് ഒ പിള്ളയുടെയും കുറച്ചുകൂടി സിമ്പിൾ ലാംഗ്വേജിലാണ്, പക്ഷെ വേണ്ടത്ര മുഴുവൻ കാര്യങ്ങളും ഇല്ലാതെ. ഈ 4 ടെക്സ്റ്റുകളും നല്ലതാണ്. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ദാറ്റ്സ് യുവർ ചോയ്സ്. ഞാൻ
കൂടുതലും ഫോളോ ചെയ്യുന്നത്, ഈ കോഴ്സിലായാലും ഞാൻ ഫോളോ ചെയ്യുന്നത് കുര്യൻ ബബറിന്റെ ടെക്സ്റ്റാണ്. ഓക്കെ. പിന്നെ നിങ്ങളെല്ലാവരും MSc കഴിഞ്ഞവരും MSc ചെയ്യുന്നവരാണ്, നിങ്ങൾക്കറിയാം ഒരു കോച്ചിങ്ങും നിങ്ങൾക്ക് സബ്ജക്റ്റ് നോളേജ് തരാൻ ഫുള്ളി പര്യാപ്തമല്ല. കോച്ചിങ്ങുകളുടെ ഉദ്ദേശമെല്ലാം സമയത്ത് ട്രിക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആവശ്യമുള്ള പോർഷൻസ് മാത്രം എക്സാമിന് വേണ്ടി നിങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. സബ്ജക്റ്റ് നോളേജ് വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ വായിക്കണം. ഐ റിപ്പീറ്റ്, ടെക്സ്റ്റ് തന്നെ വായിക്കണം സബ്ജക്റ്റ് നോളേജിന്. ദെൻ എൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ NPTEL ലെക്ചേഴ്സ് ആണ്. സ്വയം പോർട്ടലിലൊക്കെയുള്ള കോഴ്സുകൾ നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടായിരിക്കും. ആ കോഴ്സുകൾക്കെല്ലാം വേണ്ടി IIT പ്രൊഫസേഴ്സൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ NPTEL ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്, ഫ്രീ ആണ്. അത് ഫോളോ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സബ്ജക്ട് നോളജിന് വളരെ ഗുണകരമായിരിക്കും. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇറ്റ് ഈസ് സ്ലോ, വെരി വെരി സ്ലോ. ചില ലെക്ചേഴ്സ് എല്ലാം തീരെ നീങ്ങില്ല, പക്ഷെ അതിലെ എല്ലാ നോളേജും എല്ലാം ഫ്രം ദ ബേസ് എല്ലാ പരിപാടികളും ഉണ്ടായിരിക്കും. ഓക്കെ. സോ ഇഫ് യു ഹാവ് ടൈം, നിങ്ങളൊരു MSc പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കൊല്ലം മുഴുവൻ നെറ്റിന് വേണ്ടി നോക്കാൻ റെഡിയാണ്, എൻ്റെ കയ്യിൽ സമയമുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ യു ക്യാൻ ഗോ ഫോർ NPTEL ലെക്ചേഴ്സ് പാരലൽ ടു അവർ കോഴ്സ്. ഓക്കെ. അത് നിങ്ങളുടെ വിവരം എന്തായാലും ഇൻക്രീസ് ചെയ്യിക്കും. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ അല്ലേ, ഇന്റർവ്യൂ ഏതോ നിങ്ങൾക്ക് നെറ്റോ ജസ്റ്റോ ഗേറ്റോ ഏതെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ PhD ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. ആ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ ബേസ് നന്നായിട്ട് കയ്യിലുണ്ടായിരിക്കണം. അതിന് ഏതർ ടെക്സ്റ്റ് ഓ വീഡിയോ കണ്ട് ശീലിച്ചവർക്ക് NPTEL വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റെഫറൻസസ്. ഓക്കെ. സോ ഇത്രയുമാണ് ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. സോ നമുക്ക് ക്രിസ്റ്റലോഗ്രഫി വെച്ചുകൊണ്ട് തന്നെ അടുത്ത സെഷനിൽ നമ്മൾ നമ്മളുടെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്നുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. യെസ്.